ദാ ഇനി നിങ്ങളുടെ ദേഷ്യം മാറിയില്ലല്ലേ? സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. ഈ സാരി കൊള്ളാമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറമല്ലേ? ഷോ, ഞാനതങ്ങ് മറന്നു. അകത്ത് കയറിയതും നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു. എന്നെ അനുഗ്രഹിക്കൂ. നീ ആരോട് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്താ ഒറ്റയ്ക്കോ? ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ സംസാരിച്ചിരുന്ന? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഞാനെല്ലാം കണ്ടോണ്ട് തന്നെ അടിയിരിക്കുന്നേ. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കല്ലേ? അതെ, ഭ്രാന്താണ്. നിങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കല്ലേ? ഞാൻ ഭ്രാന്തിയാ. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടം. അഭിനയം എന്റെ അടുത്ത് വേണ്ട. നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മോശക്കാരനാക്കിയിട്ട് നീ എന്നെ കല്യാണം കഴിച്ചില്ലേ? അതേ നാട്ടുകാരുടെ മുമ്പിൽ നിനക്ക് ഭ്രാന്താണെന്ന് ഞാനും ഇപ്പൊ തെളിയിക്കാൻ പോവാ. അയ്യോ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിനക്ക് വേണ്ടിയാ ഞാൻ എന്റെ അച്ഛനെ തന്നെ കൊന്നത്. ഓരോ നിമിഷവും ഞാൻ നിന്റെ മനസ്സിൽ കൊണ്ടാ ജീവിച്ചത്. നീ സ്നേഹിച്ചിരുന്നില്ലേ ആ ഭാനു? അവളുടെ സ്ഥാനത്തിരുന്നത് ഞാനാണെന്ന് ഈ നാട്ടുകാരെ ഞാൻ വിശ്വസിപ്പിച്ചു. നീ എനിക്ക് കത്തെഴുതുന്നത് പോലെ ഞാൻ തന്നെ എനിക്ക് കത്തെഴുതി അയച്ച് നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നെന്ന് ഈ നാട്ടുകാർ മൊത്തം ഞാൻ വിശ്വസിപ്പിച്ചു. നിന്നെ സ്വന്തമാക്കാനുള്ള അവസരവും സന്ദർഭവും ഞാൻ തന്നെ മെനഞ്ഞുണ്ടാക്കുമായിരുന്നു. അല്ല സരസ്വതിയോ? എന്തിയോ ഇവിടെ? ആ ഭാനുവിനെ കുടുംബത്തോടെ നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു.